The Sexual Harassment of Women at Workplace Act 2013. 2013 ഈ ആക്ട് വന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗികമായ പീഡനങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നതിന് വേണ്ടിയാണ്. ലൈംഗികമായ നോട്ടം, സ്പർശനം, അസഹ്യമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇതെല്ലാം തന്നെ ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നവയാണ്. നിങ്ങൾ നേരിടേണ്ടി വന്നത് ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാം എന്ന് നോക്കാം. ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ചൂഷണം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ഒരു ഇന്റേണൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കമ്മിറ്റി മുമ്പാകെ വിത്തിൻ 3 months നിങ്ങൾ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം. നിങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്റേണൽ കമ്മിറ്റി നിങ്ങൾ ഇരു കൂട്ടരെയും കേൾക്കുകയും എവിഡൻസ് ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യുകയും വിറ്റ്നസ് ഉണ്ടെങ്കിൽ അവരെ എക്സാമിൻ ചെയ്യുകയും ചെയ്തതിനു ശേഷം ആരാണോ തെറ്റുകാർ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതാണ്. എന്നാൽ ഇവയെല്ലാം വിത്തിൻ 19 days തന്നെ പൂർത്തീകരിക്കേണ്ടതുമാണ്. എന്നാൽ ഇവിടെ പാസ്സാക്കുന്ന ഓർഡർ നിങ്ങൾക്ക് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 90 days കൺസേൺഡ് ട്രിബ്യൂണൽ മുൻപാകെയോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുൻപാകെയോ നിങ്ങൾക്ക് അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. ഇതിൽ കുറ്റം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ കുറ്റവാളിക്ക് അവർ ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യം അനുസരിച്ച് കോടതി ശിക്ഷ വിധിക്കുന്നതായിരിക്കും. ഇനിയൊരു പക്ഷെ നിങ്ങൾ നൽകിയത് ഒരു ഫേക്ക് ആയിട്ടുള്ള പരാതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കമ്പനിക്കും ഓപ്പോസിറ്റ് പാർട്ടിക്കും അവകാശമുള്ളതാണ്.